ഹലോ. അപ്പോൾ നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ കുറച്ച് നീണ്ട ഗ്യാപ്പ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ പോവാണ്. അതിൻ്റെ ആർമാതാണ് കാണുന്നത്. നമ്മൾ പിന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാഴാക്കാറില്ല. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഒരു റീലൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മളിത് ചടപടാന്ന് എണീറ്റ് ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗൈസ് നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇവരൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നായിരുന്നു. നമ്മൾ എത്രയൊക്കെ കണ്ടു എന്ന് പറഞ്ഞാലും ആലുവ പുഴയുടെ വ്യൂ ട്രെയിനിലിരുന്ന് കാണുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും അത് മതിയില്ല. അത് കാരണം ഞങ്ങളിപ്പോൾ അവിടെ എത്തിയാലും നമ്മൾ ഡോറിൻ്റെ അവിടെ നിന്ന് ആസ്വദിക്കലാണ് പതിവ്. പിന്നെ എനിക്ക് ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു. ഞാൻ പോണത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എക്സാമിന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ദേശവിളക്കാണ് ഞങ്ങളുടെ അടുത്ത നാട്ടിലത്തെ ഏറ്റവും വലിയ ഉത്സവമാണ്. സോ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാവും എനിക്ക്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് പാപ്പ വിളിച്ച് അമ്പലത്തിൽ വിളക്കിൻ്റെ പ്രീ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അത് കേൾക്കാത്തപ്പോൾ ഞാൻ വേഗം വണ്ടി എടുത്ത് ഓടിയായിരുന്നു. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കുന്നത് അനിൽ ചേട്ടനായിരുന്നു. അനിൽ തലക്കോട്ടുകാർ ചേട്ടൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പുലർച്ചെ ഒരു 1 മണിയായപ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കപ്പുറത്തില്ല ഗൈസ്. സോ ഞാനും ചേച്ചിയും കൂടെ പന്തൽ പണി കാണാൻ പോയിരുന്നു. അച്ഛൻ പിന്നെ വിളക്കായി കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും. ഗൈസ് ഇങ്ങനെ പണ്ടെടുക്കാനൊരു കഴിവ് വേണം. ഇവരെ കഴിവിനെ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം ഇങ്ങനത്തെ ഒരു അമ്പലമായി കിട്ടാനായിട്ട് ഇവർ എന്തൊക്കെ പണിയെടുക്കുന്നുണ്ടായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ തുടങ്ങിയായിരുന്നു. നമ്മളിത് താലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിളക്ക് ആസ്വദിക്കാൻ നടക്കലായിരുന്നു പ്രാവശ്യം. വിളക്ക് മാത്രമല്ല നമുക്കിത് ബൊമ്മകളുടെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ തുള്ളൊക്കെ ചെയ്തു അതിൻ്റെ കൂടെ. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നമ്മളതിലൊക്കെ തുള്ളി തിമിർത്ത് അടിച്ചു പൊളിച്ചായിരുന്നു. അതൊക്കെ ഞാൻ ഭയങ്കര വിഷമമായി. കാരണം തുള്ളാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. എല്ലാവരും നാണം കുടുങ്ങി നിൽക്കലായിരുന്നു. പിന്നെ ആരൊക്കെ തുള്ളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈബുള്ളവർ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ രസമുണ്ടായല്ലോ. പിന്നെ എനിക്കിത് വിഷമം അങ്ങ് മാറി കിട്ടിയായിരുന്നു. അത്ര നേരം ഞാൻ വിഷമിച്ചിരുന്നത് 1 നിമിഷം കൊണ്ട് എല്ലാം മാറി കിട്ടി. അച്ഛൻ വന്ന്, ചേച്ചി വന്ന്, കസിൻസും നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇക്കൊല്ലത്തെ വിളക്കും അതിഗംഭീരമായിട്ട് സൂപ്പറായി നടന്നായിരുന്നു. കുറച്ച് സ്പെഷ്യലായിരുന്നു ഈ വിളക്ക്. എന്തോ ഞങ്ങൾ തുള്ളാറില്ല ഇങ്ങനെയൊന്നും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെന്തോ എല്ലാവരും കൂടെ വന്ന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു കൊല്ലത്തെ കാത്തിരിപ്പ് അടുത്ത ദേശവിളക്കിനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട പറഞ്ഞ് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവുകയാണ്. കാരണം എക്സാമാണ്, പഠിക്കണം. എനിക്ക് നല്ല വിഷമമുണ്ട് പോരണീന്. പിന്നെന്താ പോകുന്നല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ